തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുള്ള കിടാരത്തിൽ ശ്രീ തലച്ചിലോൻ ദേവി ക്ഷേത്രത്തിലാണ്. അവിടത്തെ പ്രധാന തെയ്യമായിട്ടുള്ള സാക്ഷാൽ തീക്കുട്ടിച്ചാത്തനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ കോലം ധരിക്കാൻ പോകുന്നത് നിതീഷ് കുറുവങ്ങാടാണ്. പകുതി അണിയലങ്ങൾ അണിഞ്ഞ് കോലധാരി അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തുന്നു. ബാക്കി അണിയലങ്ങളൊക്കെ വെച്ചു കെട്ടുന്നത് തോറ്റത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന്റെ മുറ്റത്തു നിന്നായിരിക്കും. കുട്ടിച്ചാത്തൻ ഒരുപാട് തരമുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് തീക്കുട്ടിച്ചാത്തൻ. ഇനി നമുക്ക് തീക്കുട്ടിച്ചാത്തൻ തെയ്യം ആരാണെന്ന് നോക്കാം. തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യത്തെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്നത് പുരാണാംശം ചേർന്ന കഥയാണെങ്കിലും അതിൽ ഏറെ നടന്ന സംഭവവുമായി ബന്ധമുണ്ട്. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പരമശിവനും ഭാര്യ പാർവതിയും മലയുടെ മുകളില് വള്ളുവ വേഷം ധരിച്ച് കുടില് കെട്ടി താമസിച്ചിരുന്ന കാലം ഒരു നാൾ ഒരു വള്ളുവത്തിയെ കണ്ട് മഹാദേവന് മോഹമുദിച്ചു. അങ്ങനെ ശ്രീപാർവതി കർക്കിടക മാസത്തിൽ കറുത്തവാവും കരിമ്പൂരാടവും ഒന്നിച്ചു വന്ന ദിവസം ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എണ്ണക്കറുപ്പോടെ ജനിച്ച അവനെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം ഒന്ന് സ്തബ്ധരായി നിന്നുപോയി. ഭൂമിലോകത്ത് ജനിച്ച ഈ കുഞ്ഞിനെയും കൊണ്ട് ദേവലോകത്ത് പോവുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ പെറ്റമ്മയ്ക്ക് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അതേസമയം നിലവിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള മന്ത്രതന്ത്രങ്ങളിൽ അതീവ പ്രസിദ്ധിയാർജിച്ച ബ്രാഹ്മണ ഇല്ലമായിരുന്നു കാളകാട്ടില്ലം. അവിടുത്തെ പ്രധാന തന്ത്രിയായിരുന്ന കാളകാട്ട് നമ്പൂതിരിയുടെ പേരും പെരുമയും നാടൊട്ടുക്കും തന്നെ അറിഞ്ഞിരുന്നു. എന്തു തന്നെ സൗഭാഗ്യങ്ങൾ തേടി വന്നിട്ടും ഒരു കുഞ്ഞിക്കാലം കാണാൻ പറ്റാത്ത സങ്കടം ആത്തോലമ്മയ്ക്കും കാളകാട്ടച്ഛനും ഏറെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ആത്തോലും അദ്ദേഹവും കയറിയിറങ്ങാത്ത അമ്പലങ്ങൾ ഇല്ല എന്നു തന്നെ പറയാം. അങ്ങനെ രണ്ടുപേരും ഒരു കുഞ്ഞിക്കാല് കാണാനായി കഠിനമായ ഭജനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ശിവന് വള്ളുവ വേഷത്തിൽ ഒരു കുഞ്ഞു പിറന്നത്. താൻ പ്രസവിച്ച കുഞ്ഞിനെ ഒരു കാരണവശാലും ആ കാട്ടിൽ ഉപേക്ഷിക്കില്ല എന്ന പാർവതിയുടെ ആവശ്യത്തിന് കുഞ്ഞിനെ കാളകാട്ടിന് നൽകാമെന്ന് ശിവൻ മറുപടി പറഞ്ഞു. അങ്ങനെ കാളകാടൻ തന്റെ പതിവ് കുളി തേവാരത്തിനായി കുളത്തിന്റെ കരികിലേക്ക് ചെന്നപ്പോൾ കാർമുകിൽ വർണ്ണനായിട്ടുള്ള ഒരു കുഞ്ഞിനെ അവിടെ കാണാനിടയായി. അസാധാരണമായ എന്തോ ഒരു ചൈതന്യം ആ കുഞ്ഞിൽ കണ്ടതിനാൽ കാളകാടൻ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. അപ്പോഴാണ് കുഞ്ഞിന്റെ നെറ്റിയിലുള്ള ചന്ദ്രക്കല കാളകാട്ട് നമ്പൂതിരി ശ്രദ്ധിച്ചത്. ചന്ദ്രക്കല കണ്ടപ്പോൾ തന്നെ ഇത് മറ്റാരുമല്ല, തന്റെ ഇഷ്ടദേവനായിട്ടുള്ള പരമശിവൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയതാണ് ഈ കുഞ്ഞിനെ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് കാളകാട്ട് നമ്പൂതിരി ആ കുഞ്ഞിനെയും എടുത്ത് തന്റെ ഇല്ലത്തേക്ക് യാത്ര തുടർന്നു. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും ലാളനകൾ ഏറ്റുവാങ്ങി ആ ബാലൻ കാളകാട്ടില്ലത്ത് വളർന്നു. കരിങ്കല്ലായി പോയതെല്ലാം കറുത്ത വശമായി വന്നു. വെളുത്ത വശം മക്കളെല്ലാം വെങ്കല്ലായി പോയതെല്ലാം വെളുത്ത വശമായി വന്നു. ചുവന്ന വശം മക്കളെല്ലാം ചെകിടിപ്പാറയായിട്ട് പോയതെല്ലാം ചുവന്ന വശമായി വന്നു. അക്ഷരാഭ്യാസവും ആയുധാഭ്യാസവുമെല്ലാം ചാത്തൻ അതിവേഗം തന്നെ സ്വായത്തമാക്കി. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കുള്ള ചാത്തന്റെ അസാമാന്യമായ വളർച്ച കാളകാട്ട് നമ്പൂതിരിയെയും ഭാര്യയെയും തെല്ലൊന്ന് ആശങ്കപ്പെടുത്തി. വളരുംതോറും ചാത്തന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കാളകാട്ടച്ഛനും അമ്മയ്ക്കും ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. ചെറിയ ചെറിയ വികൃതികൾ കാട്ടിക്കൊണ്ടിരുന്ന ചാത്തൻ പൊടുന്നനെ വലിയ വികൃതികളിലേക്ക് കടക്കാൻ തുടങ്ങി. ചാത്തന്റെ വികൃതികൾ കാരണം നാട്ടിലുള്ള എല്ലാവരും കാളകാട്ടില്ലത്തേക്ക് പരാതികളുമായി എത്താൻ തുടങ്ങി. മഹാഭാരതം പഠിച്ചു, ഉത്തരമാണ് മഹാഭാരതം തമിഴ്പടി 18 പഠിച്ചുറപ്പിച്ചു. ഗുരുക്കൾ കുളിച്ചുണ്ണാൻ പോയ ഒരു സമയത്തെങ്കിൽ ഗുരുക്കൾക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഗ്രന്ഥം ചെല്ലുന്നല്ലോ. പക്വതയുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ കാളകാട്ടച്ഛൻ ചാത്തനെ ശങ്കരപ്പൂ വാര്യരുടെ എഴുത്തുപള്ളിയിൽ എഴുത്തിനിരുത്തി. വിദ്യകളെല്ലാം അതിവേഗം സ്വായത്തമാക്കിയ ചാത്തൻ തന്റെ വികൃതികളെല്ലാം അവിടെ നിന്നും തുടർന്നുകൊണ്ടേയിരുന്നു.
മറ്റന്നാൾ വാനലോകം പുലരുന്നു. ഒരു സമയത്തിങ്കൽ കടവിറങ്ങിക്കുളി കഴിഞ്ഞു. കരിന്തുമ്പ സ്നാനം കഴിഞ്ഞു. പച്ചമാല പവിഴം തട്ടുടുത്തു. പച്ചക്കൊട്ടയും ചൊട്ടപ്പൊന്തിയായിട്ട് ആദിയായ പള്ളിത്തണ്ടിൽ ഗുരുക്കളച്ചന്റെ എഴുത്തുപള്ളിക്ക് നേർച്ച ചെന്ന് കാണാകുന്നു. കൂട്ടോലക്ക് തീ വെച്ചാൻ, കുറിയോലക്ക് തീ വെച്ചാൻ, ഉത്തരാവണം, മഹാഭാരതം, തമിഴ്പടി 18 ചുറ്റും. അങ്ങനെ ഒരിക്കൽ ഗുരുക്കളില്ലാത്ത സമയത്ത് ഗുരുക്കളുടെ ഗ്രന്ഥമെടുത്ത് ചാത്തൻ വായിക്കാനായിട്ട് തുടങ്ങി. ഗ്രന്ഥത്തിലെ ശ്ലോകങ്ങളെല്ലാം മനഃപൂർവ്വം തെറ്റിച്ചു വായിച്ചുകൊണ്ട് അവയെ അവഹേളിക്കാനായി ആരംഭിച്ചു. ഈ സമയം പുറത്തുനിന്നെത്തിയ ഗുരുനാഥൻ കാണുന്നത് ചാത്തൻ തൻ്റെ ഗ്രന്ഥം കൊണ്ട് കളിക്കുന്നതാണ്. ദേഷ്യം കൊണ്ട് വിറച്ച ഗുരുനാഥൻ നച്ചൂരൽ കൊണ്ട് ചാത്തനെ ആഞ്ഞടിക്കാനായി തുടങ്ങി. എന്നാൽ ഇതൊന്നും തന്നെ ആ ബാലനെ ഒട്ടും വേദനിപ്പിച്ചില്ല. ഗുരുനാഥന്റെ അടി ആദ്യമൊക്കെ ചാത്തനെ നന്നേ രസിച്ചിരുന്നു. പക്ഷേ പൊടുന്നനെ ചാത്തന്റെ ഭാവം മാറി. അതുവരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗുരുക്കളുടെ കയ്യിൽ നിന്നും അടിയേറ്റുവാങ്ങിയ ചാത്തന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തീ ആളിക്കത്തി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഗുരുനാഥനെ ചാത്തൻ കഴുത്തറുത്ത് കൊന്നു. ഗുരുക്കളെ വധിച്ച ശേഷം അവിടെ നിന്നും പുറത്താക്കിയ ചാത്തൻ കാളകാട്ടില്ലത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. അവിടെ നിന്നും കാളകാട്ടച്ഛൻ ചാത്തനെ കാളകളെ മേയ്ക്കാനായി അയച്ചു. എന്നാൽ ചാത്തന്റെ വികൃതികൾ അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. കാളക്കൂട്ടത്തിലെ ചെങ്കൊമ്പൻ എന്ന കാളയെ കൊന്ന് അതിന്റെ രക്തം കുടിച്ച് ഉന്മാദത്തിലായി ചാത്തൻ. ഇത് കേട്ട് കോപം വന്ന കാളകാട്ടച്ഛൻ ചാത്തനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലാനായി തുടങ്ങി. എന്നാൽ എത്ര തല്ലിയിട്ടും ചാത്തന്റെ മുഖത്ത് പ്രത്യേക ഭാവമൊന്നും കാളകാട്ടച്ഛനെ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ദേഷ്യം മാറാത്ത കാളകാട്ടച്ഛൻ ഇവിടുന്ന് ചോറും പാലും കൊടുക്കരുത് എന്ന് ആത്തോലമ്മയ്ക്ക് വിലക്ക് നൽകി. ഇത്തരം ദുഷ്പ്രവൃത്തികൾ കൊണ്ട് കാളകാട്ടച്ഛൻ നൽകിയ പേരാണ് ചാത്തൻ. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതിരുന്ന ചാത്തൻ തന്റെ പതിവ് വിനോദങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തി ആത്തോലമ്മയോട് ചോറും പാലും ആവശ്യപ്പെട്ടു. അച്ഛന്റെ വിലക്ക് നിലനിൽക്കുന്നത് കാരണം ചോറും പാലും തരാനാവില്ലെന്ന് ആത്തോലമ്മ മറുപടി പറഞ്ഞു. ഇത് കേട്ട് കോപം വന്ന ചാത്തൻ തന്റെ പോറ്റമ്മയ്ക്ക് നേരെ കല്ല് എറിയാനായി ആരംഭിച്ചു. തന്റെ പതിവ് മന്ത്രതന്ത്രങ്ങൾ കഴിഞ്ഞ് ഇല്ലത്തേക്ക് തിരിച്ചെത്തിയ നമ്പൂതിരി കാണുന്നത് തന്റെ മകൻ ഭാര്യയെ കല്ലെറിയുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്പൂതിരി ചാത്തനെ ആക്രമിക്കാനായി ഓങ്ങിയപ്പോൾ നമ്പൂതിരിയുടെ കുടുമയിൽ പിടിച്ച് ചാത്തൻ അവിടെ നിർത്തി. ഇത് വെറുമൊരു മനുഷ്യക്കുഞ്ഞല്ലെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി ചാത്തനെ കൊല്ലാനായി കാടന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ കാടന്മാർ ചാത്തനെ വലിഞ്ഞു മുറുക്കി കാട്ടിലേക്ക് കൊണ്ടുപോയി. കാട്ടിലെത്തിയ ചാത്തനെ അവർ ബലം പ്രയോഗിച്ച് അവരുടെ ബലിക്കല്ലിൽ കിടത്തി വാളുകൊണ്ട് ആഞ്ഞ് വെട്ടാനായി ഓങ്ങി. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ചാത്തന്റെ തലയും ഉടലും വെവ്വേറെയായി. ആ കൊടുങ്കാട്ടിലെ അരുവിയിൽ ചാത്തന്റെ ശരീരം ഒഴുകി നടന്നു. ചാത്തനെ കൊന്ന വാർത്ത കാളകാട്ട് നമ്പൂതിരിയെ അറിയിക്കാനായി ഓടി കാളകാട്ടില്ലത്തെത്തിയ കാടന്മാർ കണ്ട കാഴ്ച അവരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അവരെയും കാത്ത് അവിടെ ഉമ്മറപ്പടിയിൽ ചാത്തൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാടന്മാർ ഓടിപ്പിടന്നെത്തിയപ്പോൾ കണ്ടത്. ഇത് കണ്ട് ഭയന്ന കാടന്മാരെ ഒന്നൊഴിയാതെ ചാത്തൻ വകവരുത്തി. ചാത്തന്റെ വിശ്വരൂപം കണ്ട് ഭയന്ന കാളകാട്ട് നമ്പൂതിരി ഇവൻ ആളൊരു ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലാക്കി. മന്ത്രതന്ത്രങ്ങളിൽ അതീവ പ്രാവീണ്യം നേടിയ തന്ത്രിമാരെ കാളകാട്ടില്ലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ 40 ദിവസത്തെ ഹോമം കാളകാട്ട് നമ്പൂതിരി നടത്തി. നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം ചാത്തന്റെ ശരീരം 390 കഷ്ണങ്ങളായി ആ ഹോമാഗ്നി ഹോമിച്ചു. 390ാമത്തെ കഷ്ണവും ഹോമിച്ചതിന് ശേഷം ആ ഹോമാഗ്നിയിൽ നിന്നും 390 കുട്ടിച്ചാത്തന്മാർ ഉടലെടുത്തു. സംഹാരഭാവം കൊണ്ട് പുറത്തു ചാടിയ ചാത്തന്മാർ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കി. എന്നിട്ടും ദേഷ്യം തീരാത്ത ചാത്തന്മാർ തന്റെ കോപാഗ്നി കൊണ്ട് ഇരിക്കൂർ നഗരവും ചാമ്പലാക്കി ചാലയിൽ പെരുമലയന്റെ പടിഞ്ഞാറ്റയിൽ എത്തി. ഇതെല്ലാം കണ്ടുവിറച്ച തന്ത്രിമാരും നാട്ടുകാരും ചാലയിൽ പെരുമലയന്റെ അടുത്ത് അഭയം പ്രാപിച്ചു.
ചാത്തന്റെ കലി അടങ്ങാൻ വേണ്ടി ചാത്തന് ഇരിക്കാൻ ഇരിപ്പിടവും പിടിപ്പാൻ ആയുധവും പൂവും നീരും പൂജയും കെട്ടിക്കോലവും നൽകണമെന്ന് അവർ മനസ്സിലാക്കി. ഇതെല്ലാം കിട്ടിയതിനു ശേഷം ചാത്തന്റെ കോപമടങ്ങി ശാന്തനായി. 390 കുട്ടിച്ചാത്തന്മാർ ഹോമാഗ്നിയിൽ നിന്ന് ഉടലെടുത്തപ്പോൾ അവ തെറിച്ചു വീണത് പല സ്ഥലങ്ങളിലേക്കായിരുന്നു. പൂവിലേക്ക് ചെന്ന് വീണവനെ പൂക്കുട്ടിച്ചാത്തനെന്നും, പറന്നുപോയ ചാത്തനെ പറക്കുട്ടിച്ചാത്തനെന്നും, കരിയിൽ വീണവനെ കരിക്കുട്ടിച്ചാത്തനെന്നും, തീയിൽ വീണവനെ തീക്കുട്ടിച്ചാത്തനെന്നും പേര് വിളിച്ചു. 390 ചാത്തന്മാരിൽ വെറും 4 എണ്ണം മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കാളകാട്ടച്ഛന്റെ ദുർമന്ത്രവാദത്തിന് ഇരയായ ചാത്തൻ കഷ്ണങ്ങളായി തെറിച്ചു വീണപ്പോൾ തീയിൽ വീണ ചാത്തന്റെ രൂപത്തെയാണ് തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യമായി കെട്ടിയാടി വരുന്നത്. കുട്ടിച്ചാത്തന്റെ തന്നെ അനേകം വകഭേദങ്ങളിൽ അതിപ്രാധാന്യമുള്ള ഒരു തെയ്യക്കോലം തന്നെയാണ് തീക്കുട്ടിച്ചാത്തൻ തെയ്യം. കോഴിക്കോട് ജില്ലയിലെ ചുരുക്കം ചില സ്ഥാനങ്ങളിൽ മാത്രമേ തീക്കുട്ടിച്ചാത്തൻ എന്ന തെയ്യത്തെ കോലസ്വരൂപമായി കെട്ടി ആരാധിച്ചു വരുന്നുള്ളൂ. കാഴ്ചയിൽ ഏകദേശം അഗ്നിഗണ്ഡാകർണൻ തെയ്യവുമായി ഏറെ സാമ്യമുണ്ട് ഈയൊരു തീക്കുട്ടിച്ചാത്തൻ തെയ്യത്തിന്. പക്ഷേ ഗണ്ഡാകർണന് നീളം മുടിയാണെങ്കിൽ തീക്കുട്ടിച്ചാത്തന് കിരീടം പോലുള്ള മുടിയാണ് തലയ്ക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തനിക്ക് ചുറ്റും 16 വലിയ തീപ്പന്തങ്ങളുമായി അരങ്ങിൽ നിറഞ്ഞാടുന്ന കുട്ടിച്ചാത്തൻ തെയ്യത്തെ കാണുന്ന ഏതൊരു കാഴ്ചക്കാരനും അല്പം ഭയത്തോടെയല്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കില്ല.